നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമരസമിതിയുടെ എതിർപ്പ് മറികടന്ന് പനമരം നീരട്ടാടി റോഡിൽ മദ്യവിൽപ്പനശാല തുറന്നു. സംഘർഷത്തിലും ലാത്തിചാർജിലും നിരവധി പേർക്ക് പരിക്ക്. കല്ലേറിൽ കമ്പളക്കാട് എസ് ഐ മുഹമ്മദിന് തലയ്ക്ക് പരിക്കേറ്റു. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സമരക്കാരനെ കീഴടക്കി അറസ്റ്റ് ചെയ്തു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പിനിടെ ബാംഗ്ലൂരിൽ നിന്ന് 8 ടൺ സ്ഫോടക വസ്തു പിടികൂടി. സംഭവം മുത്തങ്ങ തകരപ്പാടി സ്ഫോടക വസ്തുവേട്ടയുടെ തുടർച്ച. ഡോൺ ബോസ്കോ കോളേജ് അക്രമം നികൃഷ്ടമെന്ന് ND അപ്പച്ചൻ. കാടത്തവും ജനാധിപത്യ വിരുദ്ധവുമെന്ന് KL പൗലോസ്. ബത്തേരിയിൽ ഹോട്ടലുകളിൽ റെയ്ഡ്. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചു. ക്യാന്റീനുകൾക്കെതിരെ കേസ്. പുൽപ്പള്ളിയിൽ കോഴിവിലയിലും ബീഫ് വില വർധനയിലും സംഘർഷം. ബൈക്കിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ പെരിക്കല്ലൂരിൽ വടുവഞ്ചാൽ സ്വദേശി പിടിയിൽ. പിടിയിലായത് കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണി അഖിൽ ജോയ്. പോലീസ് വേഷമഴിച്ച് കുഞ്ഞൻ സാർ അധ്യാപകനായി. അധ്യാപക വൃത്തി മനസ്സിൽ കൊണ്ടു നടന്ന സ്വകാര്യ സ്വപ്നം. വിശദമായ വാർത്തകളിലേക്ക്. പനമരം നീരട്ടാടി റോഡിൽ മദ്യവിൽപ്പനശാല തുറന്നു. ബലം പ്രയോഗിച്ച് മദ്യശാല തുറക്കാനുള്ള പോലീസിന്റെയും ബെവ്കോ അധികൃതരുടെയും ശ്രമം തടഞ്ഞ സ്ത്രീകളും കുട്ടികളുമടക്കം ജനകീയ സമരസമിതി പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സമരക്കാർക്കിടയിൽ നിന്നുണ്ടായ കല്ലേറിൽ കമ്പളക്കാട് SIക്ക് പരിക്കേറ്റു. മദ്യശാല തുറക്കുന്നതിനെതിരെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ പരിസരവാസിയെ ഫയർഫോഴ്സ് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു. ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കുപറ്റിയതായി റിപ്പോർട്ട്. നാട്ടുകാരുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് തുറക്കാതെ പോയ പനമരം നീരട്ടാടി റോഡിലെ മദ്യവിൽപ്പനശാല ഇന്ന് കാലത്ത് 11 മണിക്ക് തുറന്ന് പ്രവർത്തിക്കുമെന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് ഔട്ട്ലെറ്റ് തുറക്കുന്നത് തടയാൻ വീട്ടമ്മമാരും കുട്ടികളും ആദിവാസി സ്ത്രീകളും അടക്കം നാട്ടുകാർ ജനകീയ സമരസമിതി നേതൃത്വത്തിൽ പ്രദേശത്ത് ഒത്തുകൂടുകയും ജനവാസ കേന്ദ്രത്തിൽ ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. ഇതിനിടെ മദ്യവിൽപ്പനശാല തുറക്കുന്ന ഹെപ്കോ കെട്ടിടത്തിന് മുകളിൽ കയറി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തൊട്ടടുത്ത താമസക്കാരനായ വൈശമ്പത്ത് അസീസ് ആത്മഹത്യാ ഭീഷണി മുഴക്കി. ശക്തമായി വെള്ളം ചീറ്റി സ്ഥലത്തുണ്ടായിരുന്ന അഗ്നിശമന സേനക്കാരും പോലീസും അസീദിനെ കീഴടക്കുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാനന്തവാടി ഡെപ്യൂട്ടി തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ബെവ്കോയ്ക്ക് വേണ്ടി ഔട്ട്ലെറ്റ് തുറക്കാൻ പോലീസ് ശ്രമിച്ചതോടെ നാട്ടുകാരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ നാട്ടുകാർക്കിടയിൽ നിന്ന് ആരോ പോലീസിനെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് പ്രകോപിതരായ പോലീസ് ആദിവാസി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് സമരക്കാർക്കെതിരെ ലാത്തി വീശുകയായിരുന്നു. ലാത്തിചാർജിനെ തുടർന്ന് ചിതറിയോടി സമീപത്തെ വീടുകളിൽ അഭയം പ്രാപിച്ച സ്ത്രീകളടക്കം സമരക്കാരെ വീടുകളിൽ പിന്തുടർന്ന് പോലീസ് മർദ്ദിച്ചതായി പരാതിയുണ്ട്. സംഘർഷം കണക്കിലെടുത്ത് AR ക്യാമ്പിൽ നിന്നും മീനങ്ങാടി, കമ്പളക്കാട്, പനമരം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സ്ഥലത്ത് വൻ പോലീസ് സംഘം കൽപ്പറ്റ DYSP മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കല്ലേറിൽ പരിക്കേറ്റ കമ്പളക്കാട് SI മുഹമ്മദിനെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൈക്കോടതി വിധിയെ തുടർന്ന് നേരത്തെ പൂട്ടിയ മദ്യവിൽപ്പനശാലയാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ ഇന്ന് തുറന്നത്. പനമരം കൽപ്പറ്റ റോഡിൽ പ്രവർത്തിച്ചിരുന്ന വിദേശ മദ്യശാലയാണ് നീരട്ടാടി റോഡിലെ കോട്ടക്കുന്നിലേക്ക് മാറ്റിയത്. വൈശമ്പത്ത് അസീസിനെ താഴെ ഇറക്കാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ സഹായത്തിന് ചെന്ന 2 യുവാക്കൾക്ക് പോലീസിന്റെ മർദ്ദനം ഏറ്റിരുന്നു. അബ്ദുള്ള പനമരം, വയനാട് ന്യൂസ്, പനമരം. പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിൽ നടത്തിയ തെളിവെടുപ്പിനിടെ 8 ടൺ സ്ഫോടക വസ്തുക്കൾ കൂടി പിടിച്ചെടുത്തു. മുത്തങ്ങ തകരപ്പാടിയിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളുമായി ബംഗളൂരുവിലെത്തി തെളിവെടുക്കുന്നതിനിടെയാണ് 8 ടൺ സ്ഫോടക വസ്തുക്കൾ കൂടി പിടികൂടിയത്. കേസിൽ 3-ാം പ്രതി സുരളി രാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. കർണാടകയിലെ രാമനഗർ ചെമ്മനഹള്ളിയിൽ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്.
അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് പ്രതികളുമായി ബാംഗ്ലൂരിലെത്തി നടത്തിയ റെയ്ഡിലാണ് 8 ടൺ സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെടുത്തത്. കർണാടകയിലെ രാമനഗർ ജില്ലയിലെ ചെമ്മനഹള്ളിയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനോട് ചേർന്ന് ഷെഡിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ. ഇവിടെ നിന്നും 31 ബോക്സ് സേഫ്റ്റി ഫ്യൂസ്, 13,500 എണ്ണം ഇലക്ട്രിക് ഡിറ്റനേറ്ററുകൾ, നിയോജൽ സ്റ്റിക്കുകൾ 222 എണ്ണം, ഒരു ചാക്ക് നിരോധിച്ച അമോണിയം നൈട്രേറ്റ് എന്നിവയാണ് ഇവിടെ നിന്നും പിടികൂടിയത്. പോലീസ് പിടികൂടിയ സംഭവത്തിലെ 3-ാം പ്രതി തമിഴ്നാട് സ്വദേശി സുരളിരാജൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ലോറി ക്ലീനർ കൃഷ്ണകുമാർ, സുരളിരാജൻ, രംഗനാഥൻ എന്നീ പ്രതികളെയും സ്ഥലത്തെത്തിച്ചാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കർണാടകയിലെ ബഡിഡി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു. ബത്തേരി മുത്തങ്ങയിൽ വെച്ച് ലോറിയിൽ കടത്തുകയായിരുന്ന 10 ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ ഇക്കഴിഞ്ഞ 6-നാണ് ബത്തേരി പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 3 മലയാളികളും 2 തമിഴ്നാട് സ്വദേശികളും പിടിക്കപ്പെട്ടു. തുടർന്ന് കേസന്വേഷണത്തിനായി ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി BP സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം പ്രതികളെ കോടതിയിൽ നിന്നും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ പ്രതികളെ ഇന്ന് കോടതിയിൽ തിരികെ ഏൽപ്പിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് അടിച്ചു തകർത്തത് SFIയുടെ നികൃഷ്ടമായ പ്രവൃത്തിയാണെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ND അപ്പച്ചൻ ആരോപിച്ചു. നിസ്സാരമായ ഒരു പ്രശ്നത്തിന് കോളേജ് അടിച്ചു തകർക്കുന്നു എന്നത് കേട്ടുകേൾവി പോലുമില്ലാത്തതാണ്. അധികാരത്തിന്റെ ബലത്തിൽ എന്ത് തോന്നിയാസവും ചെയ്യാമെന്നതിന്റെ തെളിവാണിതെന്നും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ എന്തിനാണ് പോലീസെന്നും അദ്ദേഹം ചോദിച്ചു. ഈ രൂപത്തിലുള്ള ഒരു ജീവിതം നമുക്ക് ഇവിടെ ജീവിച്ചു മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് ഓരോ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേർപ്പുള്ളിൽ ചോരയാക്കി അതിനുണ്ടാകുന്ന സമ്പത്തുകൊണ്ടല്ലേ ഈ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നത്. അവർ സംഘടനയ്ക്കാണ് പ്രവർത്തിച്ചത്, നമുക്കതിന് ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഈ ശ്രീ സഖി കോളേജിൽ ഒരു ബൈലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബൈലോയ്ക്ക് വിധേയമായിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഒരാളുണ്ടെങ്കിൽ പോകരുത്. അതല്ല തങ്ങളുടെ ബുദ്ധിയും തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇത്തരം ഭീഷണികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പാവപ്പെട്ട അച്ഛന്മാര് അവർക്ക് ശ്രമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും ഒക്കെ തന്നെയാണ് അവർ എപ്പോഴും പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ആ പ്രശ്നം പറഞ്ഞു തീർത്ത് ജന്മിതയിൽ പോകുന്ന ഒരു പ്രശ്നത്തെ ഒരു വലിയ രീതിയിൽ അത് മാറ്റി ഒരു വലിയ സംഭവമായ പ്രശ്നമായി കേരളം മുഴുവൻ അറിയപ്പെട്ടതിലേക്ക് ആ പ്രശ്നത്തെ കൊണ്ട് എത്തിച്ചു. ഡോൺ ബോസ്കോ കോളേജ് അടിച്ചു തകർത്ത SFI DYFI പ്രവർത്തകരുടെ കാടത്തത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് KL പൗലോസ്. കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും ജില്ലയിലെ വിവിധ കോളേജുകളിൽ സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനും SFI DYFI നീക്കം നടത്തുകയാണെന്നും ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് സമാനവുമായ നീക്കത്തിനെതിരെ പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും പൗലോസ് ആവശ്യപ്പെട്ടു. സുൽത്താൻ ബത്തേരിയിലെ ഡോൺ ബോസ്കോ കോളേജ് ആക്രമിച്ച് അടിച്ച് തകർത്തതിൻ്റെ പേരിൽ DYFI SFI നേതാക്കളുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണം. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് സമാനമായ സമീപനമാണ്. ഇതിനെതിരെ പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള കാടത്തമാണ് DYFI SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് SFI പ്രവർത്തകർ അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് കോളേജ് മാനേജ്മെന്റും രക്ഷകർത്താക്കളും ബത്തേരി ടൗണിൽ മാർച്ച് നടത്തി. കോളേജിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി കോളേജിൽ സമാപിച്ച മാർച്ചിന് പ്രൊവിൻഷ്യൽ ഫാദർ ജോയ്സ്, പ്രിൻസിപ്പാൾ ഫാദർ ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഫാദർ കുര്യാക്കോസ്, PTA പ്രസിഡന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ മാർച്ചിൽ 100 ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്തതെന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ പ്രേം മുള്ളൻകൊല്ലി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 7 മാസമായിട്ടും കൂലി നൽകാത്തതും സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായി കണക്ക് നൽകാത്തതുമൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷൈജു പുലിക്കുത്തി അധ്യക്ഷനായിരുന്നു. M വാമദേവൻ, രഞ്ജിത്ത് ദാസ്, സിനി രാജൻ, ആന്റണി പൂത്താട്ടാൽ, TK പൊന്നൻ, CP പ്രകാശ് എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി കിട്ടാതെ പിണറായി വിജയനും കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിക്കടക്കം നിവേദനം കൊടുത്തു. നിങ്ങൾ കണക്ക് കൊടുക്കണം പിണറായി, പ്രിയപ്പെട്ട പിണറായി, നിങ്ങൾ കണക്ക് കൊടുക്കണം. ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിരുന്നു. അവര് പറഞ്ഞത് കേരളം കണക്ക് സമർപ്പിക്കാത്തത് കൊണ്ടാണ്. കേരളം കണക്ക് സമർപ്പിച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾക്കുള്ള തുക, നിങ്ങളുടെ കുടിശ്ശികയായിട്ടുള്ള തുക അനുവദിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞപ്പോ ആ കണക്ക് സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കണക്ക് സമർപ്പിക്കണമെന്ന്
ബത്തേരി നഗരസഭ ഭക്ഷ്യസുരക്ഷാ വിഭാഗം വിവിധ ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. നഗരത്തിലെ 9 ഹോട്ടലുകളിൽ നിന്നാണ് 4 ദിവസം വരെ പഴക്കം ചെന്ന ഭക്ഷണ സാധനങ്ങൾ പിടിച്ചത്. 2 ക്യാന്റീനുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകി. ബത്തേരി ടൗണിലെ വിവിധ ഹോട്ടലുകളിൽ ഇന്ന് രാവിലെ നടത്തിയ റെയ്ഡിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. റീജൻസി, പഴയ ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന തൗഫീഖ് സഫയർ കൂൾബാറുകൾ, ഉഡുപ്പി ഹോട്ടൽ, KSRTC ക്യാന്റീൻ, MES ക്യാന്റീൻ, ചുള്ളിയോട് റോഡിലെ ഫ്രണ്ട്സ് ഹോട്ടൽ, റെഡ് ചില്ലീസ്, അമ്പിളി ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത്. 3-4 ദിവസങ്ങൾ പഴക്കം ചെന്ന മീൻകറി, ചോറ്, ചിക്കൻ, പൊറോട്ട, സാമ്പാർ, ബിരിയാണി മസാല എന്നിവയാണ് പിടികൂടിയത്. ഇതിൽ MES ക്യാന്റീൻ പ്രവർത്തിക്കുന്ന ഡ്രൈനേജിന് മുകളിൽ തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. കൂടാതെ KSRTC ക്യാന്റീൻ പ്രവർത്തിക്കുന്നതും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ്. ഇതുകൊണ്ട് തന്നെ ഈ 2 ക്യാന്റീനുകളും അടച്ചുപൂട്ടാൻ നഗരസഭ കത്തുകൊടുത്തതായും അധികൃതർ പറഞ്ഞു. മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വൻതുക പിഴ ഈടാക്കുമെന്നും നഗരസഭ അധികൃതർ പറഞ്ഞു. റെയ്ഡിന് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ NK മോഹനൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിലി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 4ാമത്തെ പരിശോധനയാണ് ഹോട്ടൽ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ മാത്രമല്ല, ബേക്കറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. നിരവധി ഘട്ടങ്ങളിൽ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഞങ്ങൾ വാണിംഗ് കൊടുത്താണ്. ഇത്തരം പഴകിയ വസ്തുക്കൾ ആളുകൾക്ക് ഭക്ഷണ വസ്തുക്കളായി വിതരണം ചെയ്യരുതെന്ന് നിരന്തരമായി വാണിംഗ് കൊടുക്കുകയും പിഴ കൊടുക്കുകയും ചെയ്തിട്ട് പോലും അതിനോട് മാന്യമായി പ്രതികരിക്കാനുള്ള നിലപാട് ഹോട്ടൽ വ്യാപാരികളുടെ ഭാഗത്തുണ്ടാകുന്നില്ല. അതുകൊണ്ട് നഗരസഭ എന്ന നിലയിൽ മുഖം നോക്കാതെ കടുത്ത നടപടി ഇന്നത്തെ ഈ റെയ്ഡിൻ്റെ ഭാഗമായി വളരെ മോശമായി ഭക്ഷണ വസ്തുക്കൾ വിതരണം ചെയ്തിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കർശന നടപടിയും കടുത്ത പിഴയും നടപ്പാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വയനാട് ന്യൂസ്, ബത്തേരി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിരക്കിൽ കോഴിയിറച്ചി വിൽക്കാൻ തയ്യാറാകാത്ത കോഴി വ്യാപാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പുൽപ്പള്ളി മാർക്കറ്റിലെ കോഴിക്കടകൾ നാട്ടുകാർ അടപ്പിച്ചു. ഇന്ന് കാലത്ത് 9 മണിയോടെ കോഴി വാങ്ങാനെത്തിയ ഉപഭോക്താവ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള വിലയിൽ കോഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും വ്യാപാരികൾ കോഴി നൽകാത്തതിനെ തുടർന്നാണ് സംഘടിച്ചെത്തിയ നാട്ടുകാർ കോഴിക്കടകൾ അടപ്പിച്ചത്. പുൽപ്പള്ളി മാർക്കറ്റിൽ കോഴിയിറച്ചിക്ക് 170, കോഴിക്ക് 120 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. സർക്കാർ പ്രഖ്യാപിച്ച 87 രൂപ നിരക്കിൽ കോഴി നൽകാൻ സാധിക്കില്ലെന്ന് കച്ചവടക്കാർ അറിയിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. പോലീസ് സ്ഥലത്തെത്തി സംഘർഷം ഒഴിവാക്കി. പുൽപ്പള്ളി മാർക്കറ്റിലെ 5ഓളം കോഴി സ്റ്റാളുകളാണ് നാട്ടുകാർ അടപ്പിച്ചത്. സർക്കാർ നിശ്ചയിച്ച വിലയിൽ കോഴി നൽകാൻ തയ്യാറായില്ലെങ്കിൽ സ്റ്റാളുകൾ തുറപ്പിക്കില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. ബഹുമാനപ്പെട്ട തോമസ് ഐസക് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിക്കപ്പെട്ട ഒരു റേറ്റ് എന്ന് പറയുന്നത് ജീവനോട് 1 കിലോ കോഴിക്ക് 87 രൂപ നിരക്കിലും, അതുപോലെ തന്നെ ചിക്കൻ, ജീവനില്ലാത്ത ചിക്കൻ ഇറച്ചിയായി കൊടുക്കുന്നതിന് 158 രൂപയുമാണ് ഗവൺമെൻറ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള റേറ്റ്. ആ റേറ്റ് അനുസരിച്ച് കൊടുക്കാൻ ഇവിടുത്തെ വ്യാപാരികൾ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇവിടെ ഇത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇവിടെ കച്ചവടക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്താണോ ഗവൺമെൻറ് നിശ്ചയിക്കപ്പെട്ട റേറ്റ് അതടിസ്ഥാനത്തിൽ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവിടെ വിൽപ്പന താൽക്കാലികമെങ്കിലും നിർത്തിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച വിലയിൽ യാതൊരു കാരണവശാലും കോഴി നൽകാൻ കഴിയില്ലെന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കോഴിക്ക് 105 രൂപ നൽകിയാണ് തങ്ങൾ വാങ്ങുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. 50 കോഴിക്കുഞ്ഞ് കിട്ടുന്ന ഫാമില് തീറ്റയ്ക്ക് 1400 രൂപ വിലയോ. ഈ ഒരു കോഴി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 170 രൂപയുടെ അടുത്ത് ഒരു കോഴിക്ക് മുടക്കുമായിരുന്നു. ഇപ്പോഴത്തെ നിലവനുസരിച്ച് കോഴിക്കുഞ്ഞ് വില കുറച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കും. 57 രൂപ വരയ്ക്ക് കൊടുക്കാൻ പറ്റും. 15 രൂപ 10 രൂപ തോതിൽ കോഴിക്കുഞ്ഞ് കിട്ടുവാണെങ്കിലും കോഴിത്തീറ്റ വില കുറച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുൽപ്പള്ളി മാർക്കറ്റിൽ ബീഫിന് അന്യായ വിലയായി 20 രൂപ വർദ്ധിപ്പിച്ചുവെന്നാരോപിച്ച് നാട്ടുകാരും കട ഉടമകളും തമ്മിൽ തർക്കം. സമരക്കാർ തമ്മിൽ ചേരിതിരിഞ്ഞ സംഘർഷം. പുൽപ്പള്ളിയിൽ ഇന്ന് കാലത്ത് 9 മണിയോടെ 260 രൂപയുണ്ടായിരുന്ന ബീഫിന് 280 രൂപയായി ഉയർത്തിയത് ചോദ്യം ചെയ്യാനെത്തിയപ്പോഴായിരുന്നു ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനം ഉണ്ടായത്. പുൽപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടെയാണ് ഇറച്ചിക്ക് വില വർദ്ധിപ്പിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം PA മുഹമ്മദ് അറിയിച്ചതോടെയാണ് സംഘർഷം ഉണ്ടായത്. പരാതിയുള്ളവർ പഞ്ചായത്തിൽ പരാതി നൽകിയാൽ മതിയെന്ന് പറഞ്ഞതോടെ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് വാക്കേറ്റത്തെ തുടർന്ന് സംഘർഷത്തിന് കാരണമാവുകയായിരുന്നു. ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പരാതി കൊടുക്കും, അവിടെ പരിശോധിച്ചു.
ഇരുവിഭാഗവും തമ്മിൽ സംഘടനവും ഉണ്ടായി. സ്ഥലത്ത് പോലീസ് ഇല്ലാതിരുന്നതിനാൽ അരമണിക്കൂറോളം മാർക്കറ്റിൽ സംഘർഷാവസ്ഥ നിലനിന്നു. തുടർന്ന് പോലീസ് എത്തി ഇരുവിഭാഗത്തെയും മാർക്കറ്റിൽ നിന്ന് പുറത്താക്കി. മുള്ളൻകൊല്ലി മാർക്കറ്റിൽ ബീഫിന് 260 രൂപ വിലയുള്ളപ്പോഴാണ് പുൽപ്പള്ളി മാർക്കറ്റിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ബീഫിന് വില വർദ്ധിപ്പിച്ചത്. നാളെ മുതൽ ബീഫ് 260 രൂപയ്ക്ക് നൽകിയില്ലെങ്കിൽ കടകൾ തുറപ്പിക്കില്ലെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. പോലീസ് സ്ഥലത്തില്ലാതിരുന്നത് മൂലമാണ് സംഘർഷമുണ്ടാകാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നൂൽപ്പുഴ കല്ലുമുക്ക് ഉപതിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളായി. 18-നാണ് വോട്ടെടുപ്പ്. വാർഡ് പരിധിയിൽ പോളിംഗ് സ്റ്റേഷനായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 18-നും 17-നും അവധി പ്രഖ്യാപിച്ചു. കല്ലുമുക്ക് വാർഡ് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും 18-ന് അവധിയായിരിക്കും. 16-ന് വൈകിട്ട് 5 മുതൽ 19-ന് വൈകിട്ട് 5 വരെ നൂൽപ്പുഴ പഞ്ചായത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി. വാർഡിൽ പരസ്യപ്രചാരണം 16-ന് വൈകിട്ട് 5-ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ 17-ന് വിതരണം ചെയ്യും. 19-ന് രാവിലെ 10 മണിക്കാണ് വോട്ടെണ്ണൽ. UDF സ്വതന്ത്ര മേഴ്സി ഷാജി മരം ചിഹ്നത്തിലും LDF സ്വതന്ത്ര ഷീന കുട ചിഹ്നത്തിലും BJPയുടെ റീന ശിവരാമൻ താമര ചിഹ്നത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു. LDF വിജയിച്ച സീറ്റിൽ വാർഡ് മെമ്പർക്ക് സർക്കാർ ജോലി കിട്ടിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. സ്ഥാനാർത്ഥികൾ വാർഡിൽ 2 തവണ വീടുകൾ കയറി പ്രചാരണം പൂർത്തിയാക്കി. 18-ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. തരുവണ വെള്ളമുണ്ട നെരുവിൽപ്പുഴ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളമുണ്ട തൊണ്ടർനാട് പഞ്ചായത്തുകളിൽ 26-ന് UDF ഹർത്താൽ. UDF വെള്ളമുണ്ട തൊണ്ടർനാട് പഞ്ചായത്ത് കമ്മിറ്റികളാണ് 24 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പക്രാന്തളം ചുരം വഴി കുറ്റ്യാടി വടകര കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനുള്ള ഈ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് കാലമേറെയായെങ്കിലും നന്നാക്കാൻ നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല. മഴക്കാലത്തിന് മുമ്പ് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ സമരം ചെയ്തതാണ്. മഴ പെയ്തതോടെ റോഡ് മിക്കവാറും ഭാഗങ്ങൾ തകർന്ന് തരിപ്പണമായി. മുൻ UDF ഗവൺമെന്റ് റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടും PWD അധികൃതർ റോഡിന്റെ കാര്യത്തിൽ അനാസ്ഥ കാണിക്കുകയായിരുന്നു. മുമ്പ് കാഞ്ഞിരങ്ങാട് അങ്ങാടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധമടക്കം സമരം നടത്തിയതാണ്. അന്തർജില്ലാ പാതയായിട്ട് പോലും PWD അധികൃതർ റോഡിനോട് തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് 26-ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്തർജില്ലാ KSRTC സർവീസുകളടക്കം നിരവധി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും സർവീസ് നടത്തുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. 20 കോടി ചെലവിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരിക്കുമെന്നും വാർത്തയുണ്ടായിരുന്നു. ഒന്നും ചെയ്യാത്ത PWDയുടെ അനാസ്ഥയിൽ മനമെടുത്താണ് നാട്ടുകാർ പ്രക്ഷോഭപാതയിലേക്ക് തിരിഞ്ഞത്. പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ PC ഇബ്രാഹിം ഹാജി ചെയർമാനായി കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുതൽ നിലവിൽപ്പുഴയുള്ള റോഡിൽ ഒരു വാഹനം, ഒരു സൈക്കിൾ പോലും പോകാൻ പറ്റാത്ത കഷ്ടപ്പാടുണ്ട്. അതിനകത്ത് ആ കുഴികളിൽ കുറച്ച് കോറി വേസ്റ്റെങ്കിലും ഇട്ടിട്ട് ഒരു യാത്രാ സൗകര്യം ഒരുക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികൃതർ ഇവിടുന്ന് ഈ കോറത്തുനിന്ന് നിലവിൽപ്പുഴ എത്തുമ്പോഴത്തേനും വളരെ വലിയതായിരിക്കുന്ന കൊണ്ടുപോയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ കുണ്ടിൽ തട്ടും വണ്ടീൻ്റെ അടിയൊക്കെ അപ്പാട് തട്ടിപ്പോവാണ്. അത്രയും വലിയ കുഴിയാണുള്ളത്. വയനാട് ന്യൂസ്, വെള്ളമുണ്ട. തൊഴിൽ കാർഡില്ലാതെ ചുമട്ടുതൊഴിലാളികൾ എന്ന് അവകാശപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CITU ഒഴികെ തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചുമട്ടുതൊഴിലാളി ക്ഷേമ നിർമ്മാണ ബോർഡിനെ നോക്കുകുത്തിയാക്കിയാണ് മാനന്തവാടി പാണ്ടിക്കടവിൽ ഒരു സംഘം തൊഴിലാളികൾ സംഘർഷമുണ്ടാക്കുന്നത്. തൊഴിലാളികളെ തമ്മിലടിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് CITU പിന്തിരിയണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരള ഹെഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൻ്റെ നിയമത്തിൻ്റെ അടുത്തുള്ള ബോർഡ് എന്നുള്ള നിലയിൽ ആ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളാണ്. അവർക്ക് 72 നിയമം അനുസരിച്ച് 26A കാർഡും അതിൻ്റെ പുറമെ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് അംഗീകരിച്ച ഒരു കാർഡും ഐഡൻറ്റി കാർഡും നൽകും. ആ ആളുകൾക്ക് ചുമട്ടുതൊഴിലാളി സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്ത ഏരിയയിൽ അഥവാ വ്യാപാരി വ്യവസായി രജിസ്റ്റർ ചെയ്യപ്പെട്ട വ്യാപാരി വ്യവസായി ജോലി ചെയ്ത സ്ഥലത്ത് രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് ജോലി ചെയ്യാൻ പാടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ജൂലൈ 15-ന് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയിപ്പിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 15 ശനിയാഴ്ച DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. മാർച്ചിന് ആധാരമായ മുദ്രാവാക്യം 42 ഉണ്ട്. അത് നോട്ടീസിലുണ്ട്. KSTA നടത്തുന്ന പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മാർച്ച്. കേരള ആദിവാസി കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വ പഠന ക്ലാസും സംഗമവും ജൂലൈ 15-ന് കൽപ്പറ്റ MGT ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
കേന്ദ്ര സംസ്ഥാന ഭരണകർത്താക്കൾ ആദിവാസികളോട് കാണിക്കുന്ന ദേശവ്യാപക അക്രമത്തിനും അനീതിക്കും വികസനമില്ലായ്മയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ആദിവാസി കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ആദിവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കുന്നതിനും പ്രധാനപ്പെട്ട ആദിവാസി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ബോധവൽക്കരിച്ചിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നതിനും വേണ്ടി 15-ാം തീയതി നിങ്ങൾ കുടുംബ സംഗമവും നേതൃത്വ പഠന ക്ലാസ് നടത്തുന്നുണ്ട്. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണം, ആധുനിക ശ്മശാനം, മറ്റ് വിനോദസഞ്ചാര വികസന പ്രവൃത്തികൾ എന്നിവയ്ക്ക് ചിത്രഗിരിയിൽ 5 ഏക്കർ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നീലിമല പരിസ്ഥിതി സംരക്ഷണ സമിതി ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതവും വൻകിട തോട്ടം ഉടമകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമപരമായി നടപടിക്രമങ്ങൾ പാലിച്ചാണ് പഞ്ചായത്ത് ഭൂമി ലഭ്യമാക്കിയത്. പഞ്ചായത്ത് എടുത്ത ഭൂമിയുടെ 350 മീറ്റർ ചുറ്റളവിൽ ആൾതാമസമില്ല. പരിസ്ഥിതി സംരക്ഷണ സമിതി ഉന്നയിച്ച അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നും ഏത് അന്വേഷണത്തെയും പഞ്ചായത്ത് സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതിന്റെ പിന്നിൽ സാമ്പത്തിക അഴിമതി ഉണ്ട് എന്നുള്ള രീതിയിലും പ്രദേശം പരിസ്ഥിതി ലോലമാണ് എന്നൊക്കെയാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നീലിമലയിലല്ല സ്ഥലമായിട്ടുള്ളത്, ചിത്രഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നീലിമല ഈ വാങ്ങിച്ച ഭൂമിയുടെ ഏകദേശം 350 മീറ്റർ ചുറ്റളവിൽ ഒരു വീട്ടുകാർ പോലും ഇല്ലാത്ത സ്ഥലമാണ്. ആ സ്ഥലത്തുനിന്ന് ഒരു നീരവയും ഉത്ഭവിക്കാത്ത സ്ഥലമാണ്. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും അതേപോലെ ബൈക്കിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ വടുവഞ്ചാൽ സ്വദേശി അഖിൽ ജോയിയെ എക്സൈസ് അധികൃതർ പിടികൂടി. ബുധനാഴ്ച വൈകുന്നേരം പെരിക്കല്ലൂർ ഭാഗത്ത് എക്സൈസ് അധികൃതർ വാഹനം പരിശോധിക്കുന്നതിനിടെയാണ് അഖിൽ ജോയി പിടിയിലായത്. മുമ്പ് മലപ്പുറം പോലീസ് 2 കിലോ കഞ്ചാവുമായി ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിന്റെ വിചാരണ വടകര സ്പെഷ്യൽ കോടതിയിൽ നടക്കുകയാണ്. അമ്പലവയൽ, വടുവഞ്ചാൽ ഭാഗങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് അഖിൽ ജോയ്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ KV ഷാജിമോൻ, KK അബ്ദുൽ അസീസ്, വിജിത്ത് എന്നിവരാണ് ബത്തേരി സർക്കിൾ ഇൻസ്പെക്ടർ N സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് പിടികൂടിയത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പോലീസ് വേഷം അഴിച്ചുവെച്ച് കുഞ്ഞൻ സാർ ഇനി അധ്യാപക രംഗത്തേക്ക്. പ്രമാദമായ പല കേസുകളിലും അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പ്രശസ്തനായിരുന്ന മണൽവയൽ സ്വദേശി VG കുഞ്ഞനാണ് ഇനി അധ്യാപക വേഷം അണിയുന്നത്. പുൽപ്പള്ളി കല്ലുവയൽ ജയശ്രീ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പലും കൊമേഴ്സ് അധ്യാപകനുമായാണ് കുഞ്ഞൻ സാർ ജോലിയിൽ പ്രവേശിച്ചത്. പുൽപ്പള്ളി വിജയ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കുഞ്ഞൻ സാർ വയനാട്ടിലെ ആദ്യ പാരലൽ കോളേജായ സാന്ദീപനിയിൽ നിന്ന് PDC ഡിഗ്രി കോഴ്സുകൾ ചെയ്ത ശേഷം 86-ൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും MCom ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് സാന്ദീപനി കോളേജിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. തുടർന്നാണ് കുഞ്ഞൻ സാറിന്റെ ജീവിതത്തിലേക്ക് കാക്കിവേഷം കടന്നുവരുന്നത്. 1995-ൽ പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം ആദ്യമായി 97-ൽ പത്തനംതിട്ട ജില്ലയിലെ കൂടൽ സ്റ്റേഷനിൽ SI ആയി ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും വെള്ളമുണ്ട, തൊട്ടിൽപ്പാലം എന്നിവിടങ്ങളിലും സേവനം ചെയ്തു. താമരശ്ശേരി DYSP ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2012-ൽ മലപ്പുറം മദ്യദുരന്ത കാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. ജൂൺ 30-ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയാണ് വിരമിച്ചത്. വിരമിച്ച് 3 ദിവസത്തിനുള്ളിൽ എന്നും മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ടായിരുന്ന അധ്യാപക വൃത്തിയിലേക്ക് മടങ്ങുകയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. കോളേജിൽ പഠിപ്പിച്ച അനുഭവങ്ങളുണ്ട്. അതിനുശേഷവും പോലീസിൽ വന്നതിന് ശേഷവും അധ്യാപന ജീവിതത്തോടുള്ള ക്രൈസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീട് റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെ കോളേജിൽ ജോലിയെടുക്കാനൊരു സാഹചര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ മേഖലയിലേക്ക് തിരിച്ചു വരുന്നതിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ മേഖലയിൽ വീണ്ടും വരാൻ സന്തോഷത്തോടെ വരാൻ. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. AICC സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട PC വിഷ്ണുനാഥിന് നാളെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ND അപ്പച്ചൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിൽ നാളെ നടക്കുന്ന വിവിധ പാർട്ടി പരിപാടികളിൽ PC വിഷ്ണുനാഥ് പങ്കെടുക്കും. വൈകുന്നേരം 6 മണി 7 മണിക്ക് ശേഷമാണ് 6 മണിക്ക് പോകുള്ളൂ അദ്ദേഹം. രാവിലെ 9 മണിക്ക് മുത്തങ്ങയിൽ സ്വീകരണം, 11 മണിക്ക് DCC സ്വീകരണം, 12 മണിക്ക് NGO അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളന ഉദ്ഘാടനം, 1 മണിക്ക് മാനന്തവാടിയിൽ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നു, 1:30 മണിക്ക് അദ്ദേഹം മുട്ടിൽ പഞ്ചായത്തിലെ
മടക്കിമലയിലുള്ള കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ നടവയിൽ ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം നേരെ പഴുപ്പത്തൂര് കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം KSUവിൽ 2 ദിവസത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മൾ ആമയിൽ ഒയിസ്ക ഇതിൽ വെച്ചിട്ട് തിരിച്ച് അദ്ദേഹം കർണാടകയിലേക്ക് തന്നെ പോകാൻ. മഴയെ തുടർന്ന് റോഡിലേക്ക് വീണ പാറ അപകടക്കെണിയായി. അമ്പലവയൽ മീനങ്ങാടി റോഡിൽ ഫാൻറ്റം റോക്കിന് സമീപമാണ് മാർഗതടസ്സമായി പാറ വീണത്. കുത്തനെ ഇറക്കവും വളവുകളുമുള്ള വഴിയിൽ 2 ആഴ്ചയായി ഇത് കിടക്കുന്നുണ്ടെങ്കിലും മാറ്റാൻ ആരും തയ്യാറായിട്ടില്ല. ഓരോ മണിക്കൂറിലും വിനോദസഞ്ചാരികളടക്കം 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. 2 ആഴ്ച മുൻപ് പെയ്ത മഴയിൽ റോഡിന്റെ ഒരു വശത്തെ മൺതിട്ട ഇടിഞ്ഞാണ് പാറ റോഡിലേക്ക് പതിച്ചത്. ഇതോടൊപ്പം കടപുഴകിയ മരം വെട്ടിമാറ്റിയെങ്കിലും മറുവശത്ത് പാറ നീക്കിയിട്ടില്ല. ഇത് വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഫാൻറ്റം റോക്കിന്റെ പ്രവേശന കവാടം കഴിഞ്ഞ് വലിയ ഇറക്കമാണ്. വഴി തടസ്സപ്പെടുത്തി പാറ കിടക്കുന്നതിനാൽ മീനങ്ങാടി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തെറ്റായ ദിശയിലാണ് കയറി വരിക. ഇത് അപകടങ്ങൾക്ക് കാരണമാകും. 2 വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ കടന്നു പോകാനാകില്ല. വഴി പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. റോഡിനൊരു വശം വലിയ ഗർത്തമാണ്. ഇതിനോട് ചേർന്നാണ് പാറ ഉള്ളത്. കൂറ്റൻ പാറ താഴേക്ക് പതിച്ചാൽ സമീപത്ത് താമസിക്കുന്നവർക്കടക്കം വലിയ നഷ്ടമുണ്ടാകും. തങ്ങളെ കൊണ്ട് മാറ്റാനാകാത്ത പാറ എത്രയും വേഗം നീക്കം ചെയ്യാൻ അധികൃതർ മടി കാണിക്കരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അത് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി മരമെല്ലാം വെട്ടി മാറ്റി ഒരാഴ്ച അവർ വന്ന് നോക്കി. അവർ വന്നപ്പോൾ ഞങ്ങളെല്ലാം തീർത്തിരുന്നു. പിന്നെ വണ്ടിക്ക് മാർഗതടസ്സമില്ലാതെ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചു. പിന്നെ അവർ ഇതിൻ്റെ ഭാഗത്തൊന്നും വന്ന് അന്വേഷിച്ചിട്ടൊന്നുമില്ല. കല്ല് മാറ്റാനുള്ള നീക്കം ചെയ്തിട്ടില്ല. വയനാട് ന്യൂസ്, അമ്പലവയൽ. നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലയിലെ ഒരേ ഒരു ടൂറിസം ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ജില്ലാ അതിർത്തിയായ കാട്ടിക്കുളത്തെ ടൂറിസം ഇൻഫർമേഷൻ സെന്ററാണ് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ കാട്ടിക്കുളത്ത് ഇൻഫർമേഷൻ സെന്ററും ടൂറിസം ഗൈഡ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചത്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ മുറിയിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ടൂറിസത്തിന് ഏറെ പ്രാധാന്യമേറിയ സ്ഥലം എന്ന രീതിയിലാണ് കാട്ടിക്കുളത്ത് തന്നെ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. കുറുവാദ്വീപ്, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, നാഗർഹോള വന്യജീവി സങ്കേതം, കുശാൽ നഗർ ജൈനക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം, മൈസൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം നിത്യേന നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. അന്യജില്ലകളിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരും വിദേശികളും ഉൾപ്പെടെ 100 കണക്കിന് വിനോദസഞ്ചാരികൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറേണ്ട ഇൻഫർമേഷൻ സെന്ററാണ് അധികൃതരുടെ അനാസ്ഥ മൂലം അടഞ്ഞുകിടക്കുന്നത്. ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമാണെന്ന പേരിലാണ് 2 വർഷം മുമ്പ് ഓഫീസ് അടച്ചുപൂട്ടിയത്. എന്നാൽ പിന്നീട് ഓഫീസ് തുറക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗൈഡുകളെ ലഭിക്കുമെന്നതിനാൽ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറിയിരുന്നു. സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. അതേസമയം ജീവനക്കാരില്ലാത്തതിനാലാണ് സെന്റർ പൂട്ടിയതെന്നാണ് അധികൃതരുടെ ന്യായം. എന്നാൽ DTPCക്ക് കീഴിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അധികമായുള്ള ജീവനക്കാരെ ഇവിടേക്ക് നിയമിച്ച് ജില്ലയിലെത്തുന്ന നിരവധി വിനോദസഞ്ചാരികൾക്ക് ഏറെ ഗുണകരമായി മാറേണ്ട ഇൻഫർമേഷൻ സെന്ററും ഗൈഡ് സെന്ററും പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നത്. തിരുനെല്ലി, അതുപോലെ തന്നെ ഇരുപ്പ് വാട്ടർഫാൾസ്, കുറുവാദ്വീപ്, അങ്ങനെയുള്ള നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഈ ഒരു സ്ഥലത്ത് ഈ ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ ഈ ഓഫീസ് പൂട്ടിയിരിക്കുന്ന DTPCയുടെ തികഞ്ഞ അനാസ്ഥയാണ്. നിരവധിയായ ആളുകൾ ജില്ലയിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വന്നെത്തുമ്പോൾ അതിനൊരു ഡയറക്ഷൻ കൊടുക്കാനുള്ള ഒരു ഓഫീസ് നിശ്ചലമായിട്ട് ഏകദേശം 2 വർഷത്തിന് മേലെയായി. അവിടെ ഒരാളെ പോസ്റ്റ് ചെയ്യാൻ പോലും DTPCയുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിട്ടുണ്ട്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടുവഞ്ചാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വടുവഞ്ചാൽ SBI ശാഖയിലേക്ക് മാർച്ചും ധർണയും നടത്തി. സീറോ ബാലൻസ് അക്കൗണ്ട് നിലനിർത്തുക, കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ലളിതവും സുതാര്യവുമായ രീതിയിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തുക, ATM സർവീസ് ചാർജ് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വയനാട് ജില്ലാ സെക്രട്ടറി OV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വടുവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് VP ഖാദർ അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി PR സജിത്ത്, അമ്പലവയൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹക്കീം, അബ്ദുൽ ഗഫൂർ, ഷിജോ, ഹസൻ എന്നിവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരസമിതിയുടെ എതിർപ്പ് മറികടന്ന് പനമരം നീരട്ടാടി റോഡിൽ മദ്യവിൽപ്പനശാല തുറന്നു. സംഘർഷത്തിലും ലാത്തിചാർജിലും നിരവധി പേർക്ക് പരിക്ക്. കല്ലേറിൽ കമ്പളക്കാട് SI മുഹമ്മദിന് തലയ്ക്ക് പരിക്കേറ്റു. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സമരക്കാരനെ കീഴടക്കി അറസ്റ്റ് ചെയ്തു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പിനിടെ ബാംഗ്ലൂരിൽ നിന്ന് 8 ടൺ സ്ഫോടക വസ്തു പിടികൂടി.
സംഭവം മുത്തങ്ങ തകരപ്പാടി സ്ഫോടക വസ്തുവേട്ടയുടെ തുടർച്ച. ഡോൺ ബോസ്കോ കോളേജ് അക്രമം നികൃഷ്ടമെന്ന് ND അപ്പച്ചൻ. കാടത്തവും ജനാധിപത്യ വിരുദ്ധവുമെന്ന് KL പൗലോസ്. ബത്തേരിയിൽ ഹോട്ടലുകളിൽ റെയ്ഡ്. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചു. ക്യാന്റീനുകൾക്കെതിരെ കേസ്. പുൽപ്പള്ളിയിൽ കോഴിവിലയിലും ബീഫ് വിലവർധനയിലും സംഘർഷം. ബൈക്കിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ പെരിക്കല്ലൂരിൽ വടുവഞ്ചാൽ സ്വദേശി പിടിയിൽ. പിടിയിലായത് കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണി അഖിൽ ജോയ്. പോലീസ് വേഷമഴിച്ച് കുഞ്ഞൻ സാർ അധ്യാപകനായി. അധ്യാപക വൃത്തി മനസ്സിൽ കൊണ്ടു നടന്ന സ്വകാര്യ സ്വപ്നം. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.